പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഡിസംബർ മാസം 10-ാം തീയതിയാണ്, ചൊവ്വാഴ്ച. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നല്ല പ്രഭാതത്തിൽ ആശംസിക്കുന്നു. അനുദിന അനുഗ്രഹ പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ യാത്രയാണ്, പകൽ യാത്ര. ജീവിതത്തിൻ്റെ ഇടപാടുകൾ, വിനിമയങ്ങൾ, സംസർഗങ്ങൾ, സംഭാഷണങ്ങൾ, സന്ദർശനങ്ങൾ, അതെല്ലാം കൂടിയതാണ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. കർത്താവ് നമുക്ക് മുമ്പേ ദൂതനെ അയക്കും. അപ്പം ദൈവം തന്നെ വിചാരിച്ചിരിക്കണത് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന്. നമ്മളുടെ ദൗത്യം നിറവേറ്റാൻ നമുക്ക് സഹായം ആവശ്യമാണ്, ദൈവസഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. കർത്താവേ, നീ എന്തുമാത്രം കരുതുന്നു ഞങ്ങളെ. നിന്റെ ഏകജാതി നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ എന്നെ സ്നേഹിച്ചു എന്നാണ് ഞാനത് വായിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ സംരക്ഷണം, നിന്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലനം. കർത്താവെ, അങ്ങയുടെ മക്കള് വെറുതെ ഹൃദയം നൊന്ത് പോകുന്നവരുണ്ട്. അങ്ങയുടെ മുമ്പിൽ തിരികെത്തിച്ചുകൊണ്ട് 2 തുള്ളി കണ്ണീരിട്ട് അറിയാതെ കരഞ്ഞു പോയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകുന്നവരുണ്ട്. കർത്താവെ, വിവാഹത്തിന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി പോണവരുണ്ട്. മക്കളില്ലാത്തവർ ആശുപത്രി പോണവരുണ്ട്. പിന്നെ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടി പോണവരുണ്ട്. അതിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പേപ്പർ വാങ്ങിക്കാൻ പോണവരുണ്ട്. അവർക്കെല്ലാം ആശയങ്ങളുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ. ഓരോരുത്തരും എന്തെല്ലാം ഈ പ്രാവശ്യമെങ്കിലും ഗർഭിണിയായിരിക്കുമോ, കുഞ്ഞുണ്ടാകുമോ, കർത്താവെ എന്നൊക്കെ വിളിച്ചാൽ റിസൾട്ട് നോക്കാൻ പോണവരില്ലേ. അപ്പം അങ്ങനെ ഓരോരോ സമയത്ത് കർത്താവിനോട് അവർ പറയും, കർത്താവേ, എൻ്റെ ഇന്ന് പഠനകാലത്ത് കുറച്ച് അബദ്ധം സംഭവിച്ചു പോയി, പരീക്ഷ അതുകൊണ്ട് വേണ്ടവർ എഴുതാൻ ഒത്തില്ല, എനിക്ക് അവസരം തന്ന അടുത്ത ടേംസിൽ ഞാൻ നല്ലവണ്ണം പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പട്ടാങ്ങി പറഞ്ഞിട്ട് പോണവരില്ലേ. സ്ഥലം കാണാൻ പോകുന്നവർ, സ്ഥലം വിൽക്കാൻ പോണവർ, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർ, കേസിന് പോണവർ വരെ ഉണ്ട് നീതിക്ക് വേണ്ടി. അങ്ങനെ എല്ലാ യാത്രക്കാരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർ, കടയിൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ച് വിൽക്കാൻ പോകുന്നവർ, അങ്ങനെ ഓരോരോ കടകൾ, ജീവിതമാർഗം തുടങ്ങാൻ പോകുന്നവരുണ്ട്. ബ്യൂട്ടി പാർലർ വരെ തുടങ്ങാൻ പോകുന്ന മനുഷ്യരുണ്ട്. ബ്യൂട്ടി പാർലറിൽ കച്ചവടമില്ല, ബിസിനസ് ഇല്ലാത്തതിൻ്റെ വരെ വേദനിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം തരം മനുഷ്യരാണ് കർത്താവ്. കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഓരോരോ മാർഗം. കുഞ്ഞുങ്ങളെ പോറ്റാൻ മുലയിൽ പാലില്ലാത്ത മാതാപിതാക്കൾ അമ്മമാരുണ്ട് വേദനിച്ചിട്ട്. അവർക്ക് അവരെന്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പറയണ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, പക്ഷെ മുലയിൽ പാലില്ല. അപ്പോൾ അവസാനം വിഷമിച്ച് ചിലരൊക്കെ എൻ്റെ അടുത്ത് വരും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയും. ഇത്തിരി ഉടമ്പടി തൈലം മേടിച്ചു കൊണ്ടുപോയി പെരട്ടി വെക്കുവാൻ. കാര്യം എന്താണ്? ലോകത്ത് എത്ര നമ്മൾ ശാസ്ത്രം മാറുന്നാലും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ദൈവം തന്നെയാണുള്ളത്. അങ്ങനെ അത് വിചാരിക്കുന്നവരാണ് ദൈവവിശ്വാസത്തോട് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ, ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ ഭൗതികമായിട്ട് കൈകാര്യം ചെയ്യാനല്ലാതെ മറ്റു സംവിധാനങ്ങൾക്കൊന്നും പറ്റണില്ല. ദൈവത്തിൻ്റെ സ്പേസ് എപ്പോഴും വേക്കൻ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാവരുടെയുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അവരുടേതായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ മേഖലകളെല്ലാം അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയുമ്പോൾ സമാധാനമില്ല, വഴിയില്ല, വീടില്ല, ഇല്ലായ്മക്കാരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതാണ് അമ്മ. എന്താണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ്. അതിൻ്റെ കൈകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സ്വർഗീയ സംവിധാനം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇല്ലായ്മക്കാർ പലതരത്തിലുള്ള ഇല്ലായ്മക്കാർ ജീവിതത്തിലുണ്ട്. സമാധാനം, സന്തോഷമില്ലാത്ത, ഒറ്റപ്പെട്ടു പോയവർ, അങ്ങനെ പല വിഷയങ്ങളിൽ വീടില്ലാത്ത, വഴിയില്ലാത്തവർ, എല്ലാവരെയും നീ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമില്ലാത്തവരുണ്ട് ഈശോയെ, മനസ്സിനും ശരീരത്തിനും. ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ, അവരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോഴും. അവരുടെ മാതാപിതാക്കന്മാർക്ക് സമാധാനമില്ല കർത്താവേ. അങ്ങനെ എല്ലാവരും നീ സ്പർശിക്കണം. എപ്പിലെപ്സികൾ, അതുപോലെ ഓട്ടിസംസ്, ഹൈപ്പർ ആക്ടിവിറ്റി, അവരുടെ മാതാപിതാക്കന്മാർ കർത്താവെ, അവരാ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, കെട്ടിപ്പോയത് കൊണ്ട് അനുഭവിച്ച ഈ വലിയ ഭാരങ്ങളെ ആസ്വദിക്കാൻ ആരുമില്ലാതെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ഇവരും ഈ കുരിശു കഴിക്കുന്ന മക്കളും മാത്രം ഉണ്ടാകുന്ന സമയത്ത് ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. കർത്താവെ, എല്ലാവരും നീ സ്പർശിക്കണം. മൂത്രം പോകാത്തവരുണ്ട് ഈശോയെ,
അതിൽ ബ്ലാഡർ തിങ്ങിപ്പോണവരുണ്ട്. ഈശോയെ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, വയർ കീറിക്കളയാൻ തോന്നുന്ന ഒരാൾക്കാരുണ്ട് ഈശോയെ. അങ്ങനെ പല വൈറസിൻ്റെ ബാക്ടീരിയയുടെ അറ്റാക്കുകൾ, ഒരിക്കലും ബാക്ടീരിയ ഒരു ആൻറ്റിബയോട്ടിക്സോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, ആൻറ്റിബയോട്ടിക്സുകളോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, അങ്ങനെ ഓരോ വിഷയങ്ങൾ, എങ്ങനെ എന്തെല്ലാം കർത്താവേ, ഇതെല്ലാം ഓർത്ത് അങ്ങയുടെ തിരുസേന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസേന വെക്കും. ഈശോ നിന്റെ വിശുദ്ധമായ വലതുകരം, മരണത്തെ ജയിച്ച കുരിശിന്റെ ഉയർപ്പിന്റെ ശക്തി, സ്വർഗത്തിന്റെ സൗഖ്യദായകമായ ശക്തി, വിടുതൽ ശക്തി നിങ്ങളിലേക്ക് വസിക്കട്ടെ. ഈ പ്രഭാതത്തില് നിന്റെ ദൈവം നിന്നെ ഏറ്റെടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. Lord, infuse your spirit of power and grace. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21, 26, 27. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും, ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. എന്റെ മക്കളെ ചിത്രമുള്ള ലൂക്കായുടെ സുവിശേഷം 21, 26, 27. മനുഷ്യർ അസ്തപ്രജ്ഞരാകും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ മനുഷ്യപുത്രൻ സർവശക്തിയുടെ വരും. അതാണ് കണക്ഷൻ. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ആ ഘടന കണ്ടില്ലേ? മനുഷ്യർ അസ്തപ്രജ്ഞരാകും, അവർക്ക് അടിതെറ്റിപ്പോവും, മനസ്സിൻ്റെ ബലം പോവും. അതാണ് മനുഷ്യൻ്റെ ബലം പോവും. അപ്പോൾ എന്ത് പറ്റും? മനുഷ്യപുത്രൻ ബലമായിട്ട് വരും, ശക്തിയായിട്ട് വരും. എൻ്റെ ദൈവങ്ങളെ ഇത്രേ പ്രശ്നമുള്ളൂ. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ്? ഇപ്പോൾ ഡോക്ടർ പറയണ നിനക്ക് പ്രഷറാണ്, ഇനി ശ്രദ്ധിക്കണം എന്ന് പറയും. ഇപ്പോൾ ചിലർ പറയും നിങ്ങൾക്ക് അറിയാതെ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അസ്തപ്രജ്ഞനായി പോകും. അസ്തപ്രജ്ഞനായിട്ട് കാര്യമില്ല. കാര്യം എന്താ? അസ്തപ്രജ്ഞനായ അടുത്ത നടപടി എന്താണ്? കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബലം പോയാൽ അതിൻ്റെ അർത്ഥം ബലം എന്നേക്കാട്ട് പോയെന്നല്ല. നമ്മുടെ ബലം പോയാൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ പോകുന്നു എന്നേ അർത്ഥം. ഇപ്പം ജപ്തിയാണെന്ന് പറയുമ്പോൾ അസ്തപ്രജ്ഞനായി പോകും. പക്ഷേ എന്താ? കർത്താവിന് വഴിയുണ്ടേ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് പുതിയ വഴി തരുന്നു, നമ്മൾ ഡെലിവർ ആകുന്നു. എന്തുമാത്രം സുവിശേഷത്തിലാണ്. ഇന്നലെ 2.5 കോടി കടമുണ്ടായിരുന്നൊരു കാനഡക്കാരൻ സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് 33 ലക്ഷമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അസ്തപ്രജ്ഞനായി, പിന്നെ എന്ത് പറ്റി? അനന്തരം മനുഷ്യപുത്രൻ സർവശക്തിയോടെ വരുന്നു. അപ്പോൾ ഓരോ അസ്തപ്രജ്ഞരും ദൈവത്തിന് ശക്തി നമുക്ക് ലഭിക്കാനുള്ള ദൈവപരിപാലനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നീ പതറേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുക. കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്.